ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ ലോകത്ത് നിന്ന് പിതാവിൻ്റെ സന്നിധിയിലേക്ക് വിളിക്കപ്പെട്ട പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണാനന്തര തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുന്നത് ഈ മാസം ഏപ്രിൽ മാസം 26 ശനിയാഴ്ച ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് ശേഷം 1 മണിക്കാണ്. പരിശുദ്ധ പിതാവിന് വേണ്ടിയുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ ഉയരട്ടെ. ഈ മഹാമനുഷ്യൻ്റെ ജീവിതവും കാണിച്ചു തന്ന വഴികളും നമ്മുടെ ജീവിതത്തിന് എന്നും മാർഗദർശിയാകട്ടെ. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ ജീവിതം നമുക്ക് സന്ദേശമായി നൽകുകയും ക്രിസ്തു സ്നേഹത്തിൻ്റെ പൂർണ്ണത ലോകത്തെ പഠിപ്പിക്കുകയും ചെയ്തു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ, അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യരാണെന്ന് ലോകം അറിയും. സത്യമാണ്, ഈ വന്ധ്യപുരോഹിതനിലൂടെ ലോകം അനുഭവിച്ചറിഞ്ഞത് ക്രിസ്തുവിൻ്റെ സ്നേഹവും ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൻ്റെ ആഴവുമാണ്. അവിടെ നമ്മെ അത്രമാത്രം സ്നേഹിച്ചു. വത്സല പിതാവിൻ്റെ എല്ലാ പഠനവും പ്രാർത്ഥനയും ചാക്രിയ ലേഖനങ്ങളും സ്നേഹവുമായി ബന്ധപ്പെട്ടതായിരുന്നു. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. സ്നേഹത്തിൻ്റെ ആഴവും അർത്ഥവും ഉൾക്കൊണ്ടുകൊണ്ട് ഭൂമിയിൽ നന്മ ചെയ്ത് കടന്നുപോയ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മശാന്തിക്കായി ദൈവസന്നിധിയിൽ നമുക്ക് ഈ ദിനങ്ങളിൽ പ്രാർത്ഥിക്കാം. തിരുസഭയും ലോകം മുഴുവനും ദുഃഖാർത്ഥമായി പ്രാർത്ഥനയിലാകുമ്പോൾ നമ്മുടെ എളിയ പ്രാർത്ഥനയിലും പരിശുദ്ധ പിതാവിനെ സമർപ്പിക്കാം. പിതാവിൻ്റെ സന്നിധിയിൽ സകല മാലാഖമാരോടും വിശുദ്ധരോടുമൊപ്പം നിത്യതയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ പുണ്യപുരുഷന് ദൈവം അനുഗ്രഹം നൽകട്ടെ. പരിശുദ്ധ പിതാവിലൂടെ നമുക്കും തിരുസഭയ്ക്കും ലോകം മുഴുവനും ലഭിച്ച എല്ലാ നന്മകൾക്കും നമുക്ക് ദൈവത്തിരുസന്നിധിയിൽ നന്ദി അർപ്പിക്കാം. ദൈവത്തിൻ്റെ കരുണയുടെ മുഖമായി ഭൂമിയിൽ വ്യാപരിച്ച ഈ വന്ധ്യപുരോഹിതൻ നിത്യതയിൽ ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചുകൊണ്ട് ഭൂമിക്ക് അനുഗ്രഹമായി നിലകൊള്ളട്ടെ.